അത് അങ്ങനെ സംഭവിച്ചാൽ കേരളം നമ്മൾ പറഞ്ഞല്ലോ. അല്ല, അതൊരു കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് വരെ അല്ലെങ്കിൽ കേസിന് എന്തൊരു തീരുമാനമാകുന്നവരെ ഞങ്ങൾ കാത്തുനിന്നു മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവും, ഇരയ്ക്ക് വേണ്ടി ഞങ്ങള് ഇനിമേ അവർ ആ സ്റ്റേറ്റ്മെന്റിലുണ്ടത്. ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അവർ അത് ഞങ്ങൾ അത് പ്രതിഷേധിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ നടപടി ഉണ്ടാവും. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിലുണ്ടത്. അറിഞ്ഞൂടാ, വരട്ടെ, അതിനപ്പോ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രയോഗം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും അവരെ ഇട്ട് തള്ളാതെ പാവം അങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ. നമ്മള് വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് കൂടുകയും അദ്ദേഹത്തിന്റെ കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആശുപത്രിയിലാണ്. ായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്തിട്ട് വീണ്ടും തന്നെ പറയുന്നുണ്ട്, ഞാൻ സർക്കാരിന്റെ ഭാഗമാണ്, ഈ ഗവൺമെന്റ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാള് അത്തരം ഒരു വേദിയിൽ ന്യായമായ ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് നിരന്തരമായി ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, ചോദിച്ചു. ഞാൻ നേരിട്ട് ചോദിക്കുന്നു, നേരിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിപ്പിക്കണം. അതെല്ലാം നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. ഒരു ജനപ്രതിയായിട്ടുള്ള താങ്കൾ ഒരു ചോദ്യം ചെയ്ത ഒരു പ്രതി എന്ന് കണക്കുകൂട്ടപ്പെടുക അല്ലെങ്കിൽ അയാളെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടു. അദ്ദേഹം പ്രതിയല്ല, ജനപ്രതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമല്ലേ? പ്രതിയല്ല ആര് പറഞ്ഞു? താങ്കൾ ആ ഇതിൽ നമസ്കാരം. അത് തിരുത്തണം. ഞാൻ പ്രതിയല്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരുത്തണം. പിന്നെന്തിനാണ് പറയുന്നത്? അത് എനിക്കറിയാം. അതൊന്നും പറയരുത്. അല്ല, ചോദ്യം ഇതാണ്. ഇത്രയും വലിയൊരു സംഭവം, കേരള മനസാക്ഷി നടക്കിയ ഒരു സംഭവം അമ്മ പോലൊരു താരസംഘടനയുടെ യോഗത്തിൽ ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യം എന്തുകൊണ്ട് ചർച്ചയായില്ല എന്ന് മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായും ചോദിക്കും. അങ്ങനെ വരുമ്പോഴാണ് മുകേഷ് ഏട്ടന്റെ ആ മറുപടി ചർച്ചയായി. നമ്മൾ അവരുടെ കൂടെ ആണെന്ന് പറഞ്ഞു. ആ ഇരയുടെ കൂടെ ആണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ കേൾക്ക പറഞ്ഞു. അതങ്ങനെ ഒരു ആരോപണ വിധേയന, അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഞാനും ഷോക്കിലാണ്. അയാൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയത്ത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. എങ്ങനെ ആവശ്യപ്പെടും? അയാൾ വന്നു പറയുന്നത് ഞാൻ നിരപരാധിയാണ് എന്ന്. അത് പറയണ്ട. ഞാൻ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ട്രഷറർ അല്ല. എനിക്കങ്ങനൊന്നും പറയാനുള്ള അവകാശമില്ല. ചോദിക്കരുതെന്നല്ല, ആവർത്തിച്ച് ചോദിക്കരുത്. ചോദിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അത് ചോദ്യം അവിടെ ഇരിക്കുന്ന എല്ലാവരോടുമാണ് ചോദിച്ചത്. ഇനിയും ആവർത്തിച്ച് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് എഴുന്നേറ്റു. വീണ്ടും അത് ചോദിക്കുന്ന അങ്ങനങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു നിമിഷം ഞാനൊന്ന് അങ്ങനെ അമ്മയുടെ ആദ്യം മുതലുള്ള നിലപാടുകൾ തന്നെ അതെനിക്കറിഞ്ഞൂടാ. അതൊക്കെ അവരെടുത്ത് ചോദിക്കണം. അതെല്ലാം അവരെടുത്ത് ചോദിക്കണം. എനിക്കറിഞ്ഞൂടാ. ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ദിലീപല്ല, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് ഇടതുപക്ഷ മുന്നണിയുടെ MLA മാരായ
മുകേഷും ഗണേഷും MP ആയ ശ്രീനിവാസനുമാണ്. ഈ 3 പേർ ഒന്നിച്ചിരുന്ന് അമ്മയുടെ യോഗത്തിൽ പറയുകയാണ് ഞങ്ങൾ ദിലീപിനൊപ്പം കൊണ്ടുവന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വേട്ടക്കാരനല്ല, ആരോപണ വിധേയന. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അമ്മ കേൾക്കണം. അത് ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ്. നിങ്ങൾ അവരുടെ ചോദിക്കണം. ഇരയാക്കപ്പെട്ട നടിക്കെതിരാണ് അങ്ങനെ ഒരു പരോക്ഷമായ, അതാണ് ഉദ്ദേശിച്ചത്, പരോക്ഷമായിട്ടുള്ള ഒരു നിലപാടാണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സഹോദരിയെ പോലെ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അന്ന് അമ്മയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ദിലീപ് ആ വേദിയിലുണ്ട്. നിങ്ങളെല്ലാം ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഇല്ല, അങ്ങനെ ഒരാളെ പിന്തുണച്ചിട്ടില്ല. ഒരാളെ മാത്രമായിട്ട് പിന്തുണച്ചിട്ടില്ല. ദിലീപ് എന്ന വേദിയിലിരിക്കുമ്പോൾ ദിലീപ് 13 മണിക്കൂർ താങ്കൾ ഉൾപ്പെടുന്ന സർക്കാരിന്റെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ട് വന്ന പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ വേദിയിരുത്തിക്കൊണ്ട് അപ്പൊ പിന്നെ അന്നേരം അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ തന്നെ ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ രാജി വെച്ചിട്ടുള്ളതല്ല. അങ്ങനെയല്ല രാജി വെക്കണമെന്ന്. ഇത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഇനി വീണ്ടും അന്നത്തെ കണക്ക് തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം ചോദ്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്രതിക്കൊപ്പം നിന്നു എന്നുള്ള ഒരു ധാരണയില്ല. അങ്ങനെ ഉണ്ടാക്കരുത്. കാരണം അമ്മ എന്നും സത്യസന്ധമായ നിലപാട് എടുത്തിട്ടുള്ളൂ. അമ്മ ഇനി ആക്ഷൻ എടുക്കും അക്കാര്യത്തിൽ. കാരണം കുറ്റവാളി ആരെന്നറിയാതെ ഒരാളെ കുറ്റവാളിയാണ്. പോലീസ് കുറ്റവാളി എന്ന് പറയുന്നു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോകും. കോടതികൾ അതിൻ്റെ സുതാര്യമായ നിലയിൽ ശക്തമായി മുന്നോട്ട് പോകും. അപ്പോഴാണ് കുറ്റവാളി ആരെന്ന് മീറ്റിംഗ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ എൻ്റെ നയം എന്താണെന്നും എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ, എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെയും പ്രതികരണം. അതല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം നിങ്ങൾ അറിയിക്കും. അംഗമാണിപ്പോൾ താങ്കളെ പോലെയുള്ള ഒരു യുവ നടനെ ഇത് അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ മീഡിയയിലൂടെ അതിന് റിയാക്ട് ചെയ്തില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിനെ അഗെയിൻസ്റ്റ് നിൽക്കുന്നതോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, വിഷമം ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. കൃത്യമായ സപ്പോർട്ട് എന്റെ സുഹൃത്തിന് ഞാൻ നൽകുന്നുമുണ്ട്. ദിലീപ് എന്ന നടനിൽ നിന്ന് താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ദിലീപ് എന്ന നടനല്ല, ഒരു ആണിന്റെ അടുത്തുനിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മീറ്റിംഗിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ സ്റ്റേജിലും ഇത് അറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും. ദിലീപിനെ പുറത്താക്കി മുഖം രക്ഷിക്കല്ലാതെ വേറെ എന്തെങ്കിലും നടപടിക്ക് അമ്മയ്ക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ട്രഷറി സ്ഥാനത്ത് മാറ്റിയാണ് സംഘടന പുറത്താക്കണമെന്ന് ആവശ്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഇന്നലെ തെളിയുന്നത് വരെ ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ രീതിയിലാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വളരെ കൺവിൻസിംഗ് ആയിരുന്നു. അപ്പൊ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എന്റെ അറിവിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെയല്ലല്ലോ. എനിക്കറിയാവുന്ന ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹം നമ്മളോട് എല്ലാവരും പെരുമാറിയതും അങ്ങനെയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായ രീതിക്ക് ദിലീപിനെ പുറത്താക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതില് അദ്ദേഹം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം ആവശ്യം. മീറ്റിംഗ് പോലെയുള്ള സംഗതിയിലേക്ക് പോവാണ്. ഒന്ന് പോയി ചോദിച്ചിട്ട് ഞാൻ എന്താണെന്ന് പറയാം. ഉചിതമായ നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും സംശയം വേണ്ട. അമ്മ വിൽ ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. അമ്മയിൽ താങ്കൾ തുടരുന്നുണ്ടോ? ഈ സംശയം എന്താണ്? അമ്മ എന്ന സംഘടന എന്ന് പറഞ്ഞത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ദിലീപിനോ എനിക്കുള്ളതല്ല. സാധാരണ ആർട്ടിസ്റ്റുകൾ, വളരെ അവശകലാകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അമ്മ ഷുഡ് കണ്ടിന്യൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇരയും പ്രതിയെയും ഒരേപോലെ കാണും എന്നാണ് അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ആ ഒരു നിലപാടിനോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? അത് അങ്ങനെ ഏത് മീറ്റിംഗിൽ ഇല്ല, അങ്ങനെയല്ല. ഒരുപാട് മരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഈ സംഭവം നടന്നതിന്റെ ഏറ്റവും ആദ്യം നമ്പർ 2, അതായത് രണ്ടാമത്തെ ദിവസം ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ഞാനാണ്. അത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മളൊരു ഞാൻ പോയിട്ടില്ല. അതാണ് പ്രശ്നം. ഇതില് ഒരു തുല്യ നിലപാടല്ല, കൃത്യമായ നിലപാട് അമ്മ എടുക്കും. കൃത്യമായ നിലപാടെടുക്കും. കാരണം ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത്.
ഇതേപോലെ നമുക്ക് എന്തൊരു ടോട്ടലി ഒരു ഒരു കൺഫ്യൂഷൻ ആയിരുന്നു വാസ്തവത്തിൽ. എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ജോത്സ്യനല്ല, നമ്മൾ ദിലീപിനെ പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ്. മുഖം രക്ഷിക്കലല്ല, അത് നമ്മൾ അവിടെ പോയി ഞാനിപ്പോൾ ഒന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണിത്. അപ്പോൾ ഞങ്ങളവിടെ പോയതിന് ശേഷം തീരുമാനിക്കും. അതുകൊണ്ട് എനിക്കൊരു ഇൻഡിവിജ്വലായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണമെന്നാണ്. സംശയം